നിനക്കൊരാളെ കൊല്ലണമെന്ന് പറഞ്ഞത് സത്യമാണ്. നീ എന്നോട് പറഞ്ഞ കാര്യം സത്യമാണ്. കാരണം സ്ത്രീകളുടെ കണ്ണീരിൽ എനിക്ക് വിശ്വാസമുണ്ട്. അത് കേട്ട വയലറ്റിന് അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ സാഞ്ചി പറയുന്നത് കേട്ട വയലറ്റിന്റെ കണ്ണ് നിറഞ്ഞു. പെട്ടെന്ന് വയലറ്റ് അവളുടെ പവർ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഡോഫ്ലമിംഗോയുടെ ബാക്കിയുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്ത് താഴെ ഇട്ടു. അവക്ക് ഡോഫ്ലമിംഗോയുടെ കൂടെ നിൽക്കാന്നല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ സാഞ്ചി പറഞ്ഞത് കേട്ടപ്പോ അവക്ക് അവനെ സഹായിക്കാൻ തോന്നിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് വയലറ്റ് സാഞ്ചിയോട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് പറയുന്നത്. കാരണം അവരെല്ലാവരും ഡോഫ്ലമിംഗോയുടെ ചതിക്കുഴിയിൽ വന്ന് ചാടിയതാണ്. അവർക്ക് ഇവിടെ എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് പോലും അറിയില്ല. നമ്മുടെ സ്ട്രോ ഹാർട്സ് ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ രാവിലെ എന്താണ് സംഭവിച്ചതെന്ന് വയലറ്റ് അവളുടെ പവർ ഉപയോഗിച്ച് സാഞ്ചിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡോഫ്ലമിംഗോ ശരിക്കും 7 വാർലോഡ്സിൽ നിന്ന് രാജിവെച്ചിട്ടില്ല. രാവിലെ പത്രത്തിൽ വന്ന ന്യൂസ് ഫേക്ക് ആണ്. CP0 ആൾക്കാർ രാവിലെ ഇവിടേക്ക് വന്നത് ഡോഫ്ലമിംഗോ രാജിവെച്ചിട്ടില്ല, അതൊരു ഫേക്ക് ന്യൂസ് ആണ്. ശരിക്കുള്ള ന്യൂസ് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് വരും എന്ന് അവിടെയുള്ള ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കൂടാതെ അവർക്ക് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട്. ഇപ്പൊ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന നമ്മുടെ സാഞ്ചി എത്രയും പെട്ടെന്ന് ബീച്ചിന്റെ സൈഡിൽ നിൽക്കുന്ന ലോയെ വിളിച്ച് ഡോഫ്ലമിംഗോ രാജിവെച്ചിട്ടില്ല, അവൻ നമ്മളെ പറ്റിക്കായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോയി. ലോയെ പിടിക്കാൻ അവിടേക്ക് ഡോഫ്ലമിംഗോയും അഡ്മിറൽ ഫുജിറ്റോറോയും അദ്ദേഹത്തിന്റെ ആൾക്കാരും വന്നു. ലോയുടെ കൂടെയുള്ള സീസറിനും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. കാരണം സീസറിന്റെ ഹൃദയം ലോയുടെ കയ്യിലാണ്. അതുകൊണ്ട് ലോയെ പിടിക്കുന്നതിന്റെ കൂടെ ഡോഫ്ലമിംഗോയ്ക്ക് ആ ഹൃദയം എടുക്കണം. മറ്റൊരു ഭാഗത്ത് നമ്മുടെ റോബിനെയും ഊസോപ്പിനെയും ആ കുട്ടി മനുഷ്യന്മാര് ബോധം കെടുത്തി അവരുടെ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. ഈ ഗ്രീൻ ബിഡിന്റെ താഴെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അവിടെയാണ് അവരുടെ സ്ഥലം. ടോൻറ്റാറ്റ ട്രൈബ് എന്ന് പറയുന്ന ഒരു ട്രൈബിലെ ആൾക്കാരാണ് ഈ കുട്ടി മനുഷ്യന്മാര്. അവരുടെ കൂട്ടത്തിലെ ലിയോ എന്ന് പറയുന്ന ഒരു വാരിയറിന് ഒരു ഡബിൾ ഫുഡ് പവർ ഉണ്ട്. അവന് സൂചിയും നൂലും ഉപയോഗിച്ച് എന്ത് സാധനവും എന്തിലൂടെ വേണമെങ്കിലും തുന്നാൻ കഴിയും. അവന്റെ ഈ ഒരു പവർ ഉപയോഗിച്ച് ഇപ്പൊ നമ്മുടെ റോബിനെ നിലത്ത് തുന്നി വെച്ചു. ഈ കുട്ടി മനുഷ്യന്മാർക്ക് വലിയ മനുഷ്യന്മാരെ പേടിയാണ്. അതുകൊണ്ട് അവരെ ആക്രമിക്കാൻ വന്ന ആളാണെന്ന് വിചാരിച്ചിട്ടാണ് അവര് നമ്മുടെ റോബിനെയും ഊസോപ്പിനെയും പിടിച്ചു വെച്ചത്. അപ്പൊ റോബിൻ അവരോട് ഞങ്ങൾ പ്രശ്നക്കാരല്ല, ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല, അതുപോലെ നിങ്ങൾ ഇവിടെ കണ്ട കാര്യം ഞങ്ങൾ പുറത്തുപോയി പറയില്ല എന്നൊക്കെ പറയുമ്പോ അത് കേട്ട് അവർ പെട്ടെന്ന് തന്നെ വിശ്വസിച്ചു. എന്നിട്ട് അവർ റോബിന്റെ കെട്ടഴിച്ചു വിട്ടു. ഈ കുട്ടി മനുഷ്യന്മാർ ഇങ്ങനെയാണ്, അവർ പെട്ടെന്ന് തന്നെ വിശ്വസിക്കും. ശേഷം നമ്മുടെ റോബിൻ സമയം നോക്കുമ്പോ ഇപ്പൊ തന്നെ ഒരുപാട് സമയം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് റോബിൻ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ അവളെ അവിടുന്ന് ആ കുട്ടി മനുഷ്യന്മാർ വിടുന്നില്ല. അവൾക്ക് അവിടെ നിന്ന് പോകണമെങ്കിൽ ആ കുട്ടി മനുഷ്യന്മാർക്ക് അവളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വെപ്പൺ അവൾ കൊടുക്കണം. അതാണ് അവരുടെ നിയമം. പക്ഷെ നമ്മുടെ റോബിന്റെ കയ്യിൽ അവിടെ ഒരു വെപ്പണും ഇല്ല. കൂടാതെ അവൾക്ക് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ലോയെ സഹായിക്കാനും പോകണം. അതുകൊണ്ട് അവർക്ക് റോബിൻ ഒന്നും കൊടുക്കാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. റോബിൻ അവരുടെ നിയമം തെറ്റിച്ചതുകൊണ്ട് ആ കുട്ടി മനുഷ്യന്മാർ അവളെ അറ്റാക്ക് ചെയ്യാൻ അവളുടെ ദേഹത്തേക്ക് ചാടി വീണു. ആ സമയത്ത് അവരുടെ കൂട്ടത്തിലെ മറ്റൊരു കുട്ടി മനുഷ്യൻ അവിടേക്ക് ഓടി വന്ന് റോബിനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം അവരുടെ ലെജൻഡറി ഹീറോയുടെ കൂടെയുള്ള ആളാണ് ഈ റോബിൻ. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന കുട്ടി മനുഷ്യന്മാരെല്ലാം ആ ലെജൻഡറി ഹീറോയെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പൊ നമ്മുടെ റോബിന് ഇത് ഊസോപ്പിന്റെ പണിയാണെന്ന് മനസ്സിലായി. അതായത് ഊസോപ്പ് അവരോട് എന്തൊക്കെയോ നോണ പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് അവർ കൊണ്ടുവന്ന ഊസോപ്പ് അവരോട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ സ്ട്രോ ഹാർട്സ് ജയ ഐലൻഡിൽ വെച്ച് കേട്ട നോലാൻഡ് ദി ലയർ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇവിടുത്തെ കുട്ടി മനുഷ്യന്മാരുടെ ഹീറോയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 400 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുട്ടി മനുഷ്യന്മാരുടെ പൂർവികര് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് അവിടേക്ക് വന്ന നോലാൻഡ് അവരെ ഒരുപാട് സഹായിച്ചു. അങ്ങനെ അവർക്കിടയിൽ നോലാൻഡ് ഒരു വലിയ ഹീറോ ആയിട്ട് മാറി. അവരുടെ ഹീറോ ആയിട്ടുള്ള നോലാൻഡിന്റെ ഒരു പ്രതിമ വരെ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരവിടേക്ക് കൊണ്ടുവന്ന നമ്മുടെ ഊസോപ്പിന് ആ പ്രതിമ കാണുമ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതുകൊണ്ട് ഊസോപ്പ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു നമ്പർ ഇട്ടു. അത് അവന്റെ തലയിലെ ഹെൽമെറ്റിനും നോലാൻഡിന്റെ തലയ്ക്കും ഒരേ ഷേപ്പ് ആയതുകൊണ്ട് നോലാൻഡ് അവന്റെ പൂർവികനാണെന്ന് അവൻ അവരോട് നുണ പറഞ്ഞു. അത് കേട്ട ആ കുട്ടി മനുഷ്യന്മാരെ അവൻ അവരെ രക്ഷിക്കാൻ വന്ന ഹീറോ ആണെന്ന് വിശ്വസിച്ചു. അതുപോലെ ഊസോപ്പിനെ അവർ വിളിക്കുന്ന പേര് ഊസോ ലാൻഡ് എന്നാണ്. അതായത് നോലാൻഡിന്റെ പേരിനോട് സാമ്യമുള്ളതുപോലെ അവരെ സഹായിക്കാൻ വന്ന റോബിനെ അവര് റോബിൻ ലാൻഡ് എന്ന് വിളിക്കും. ഈ കുട്ടി മനുഷ്യന്മാർക്ക് ഡോഫ്ലമിംഗോയെ ഇഷ്ടമല്ല. അവർ ഇന്നേ ദിവസം അവരുടെ മുഴുവൻ ആർമിയും കൂട്ടി ഡോൺ ക്വിഹോത്തെ ഫാമിലിയെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ കൃത്യസമയത്താണ് അവരെ സഹായിക്കാൻ അവരുടെ ഹീറോ ഊസോ ലാൻഡ് അവിടേക്ക് എത്തിയതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവർ ഡോൺ ക്വിഹോത്തെ ഫാമിലിയെ അറ്റാക്ക് ചെയ്യാൻ ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ക്വീനെയും അവരുടെ കൂടെയുള്ള ഒരുപാട് ആൾക്കാരെയും ഈ ഡോൺ ക്വിഹോത്തെ ഫാമിലിയിലെ ആൾക്കാർ പിടിച്ചു വെച്ചു. കൂടാതെ അവരെ ഒരുപാട് ഉപദ്രവിച്ചു. അതുകൊണ്ട് അവരുടെ കൂടെയുള്ള ആൾക്കാരെയും അവരുടെ ക്വീനെയും രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ഡോൺ ക്വിഹോത്തെ ഫാമിലിയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അവർക്ക് വേണ്ടി ഫ്ലവർ ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ കമാൻഡറും ഒരുപാട് സോൾജേഴ്സും റീക്കു എന്ന് പറയുന്ന കിങ്ങിന്റെ ആർമിയും കാത്തിരിക്കുന്നുണ്ട്. അവരെല്ലാവരും ചേർന്നിട്ടാണ് ഡോൺ ക്വിഹോത്തെ ഫാമിലിയെ നേരിടാൻ പോകുന്നത്. ഇപ്പൊ അവരുടെ ഹീറോ ഊസോപ്പ് അവരുടെ കൂടെയുണ്ട്. അവർക്ക് എല്ലാവർക്കും ഊസോപ്പിലാണ് പ്രതീക്ഷ. അവരുടെ സ്വന്തം ഊസോ ലാൻഡ്, അവരെ സഹായിക്കാൻ വന്ന ഊസോ ലാൻഡ്. പക്ഷെ ഊസോപ്പ് കള്ളം പറയുന്നതാണെന്ന് അവർക്കറിയില്ലല്ലോ. രക്ഷപ്പെടാൻ വേണ്ടി കള്ളം പറഞ്ഞതാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഊസോപ്പ് കുടുങ്ങി. ഈ കുട്ടി മനുഷ്യന്മാര് പറയുന്ന അവരുടെ കമാൻഡർ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രാങ്കിയുടെ കൂടെയുള്ള ടോയ് സോൾജർ ഇല്ലേ, അയാളാണ് ഇവരുടെ കമാൻഡർ. അതുപോലെ നേരത്തെ ഫ്രാങ്കിയുടെ ആ ടോയ് സോൾജർ പറഞ്ഞ തന്റെ ആർമിയാണ് ഈ കുട്ടി മനുഷ്യന്മാര്. സോ ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഡോൺ ക്വിഹോത്തെ ഫാമിലി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫ്രാങ്കി ആ ടോയ് സോൾജറെ എടുത്ത് അവരുടെ മുഴുവൻ ആർമിയുള്ള ഫ്ലവർ ഫീൽഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൊളോസിയത്തിൽ ഫൈറ്റ് ചെയ്യാൻ വന്ന റബേക്ക എന്ന് പറയുന്ന ഒരു പെണ്ണ് ഫ്ലവർ ഫീൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടോയ് സോൾജറോട് സംസാരിക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും എങ്ങനെയോ പരിചയമുണ്ട്. കൂടാതെ അവൾ ഈ ഫൈറ്റിൽ എന്തായാലും ജയിക്കുമെന്നും പറഞ്ഞു. അവൾ ആ ഫൈറ്റിൽ ജയിച്ച് അവൾക്ക് എങ്ങനെയെങ്കിലും ആ ഡബിൾ ഫ്രൂട്ട് വേണം. കാരണം ആ ഡബിൾ ഫ്രൂട്ട് ഉപയോഗിച്ച് അവൾക്ക് ഡോഫ്ലമിംഗോയെ കൊല്ലണം. എന്തോ ഒരു കാരണത്തിന് വേണ്ടിയാണ് അവൾ ഡോഫ്ലമിംഗോയെ കൊല്ലാൻ തീരുമാനിച്ചത്. ശേഷം റബേക്ക കൊളോസിയത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ ഫൈറ്റ് ചെയ്ത് തോറ്റുപോയ ഒരു വയസ്സായ മനുഷ്യനെ കണ്ട് അവൾ ആ മനുഷ്യനോട് സംസാരിക്കാൻ പോകുന്നു. പക്ഷെ ആ മനുഷ്യൻ അവളോട് ഒന്നും പറയാതെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നുപോയി. അവർക്ക് രണ്ടുപേർക്കും നേരത്തെ പരിചയമുണ്ട്. പക്ഷെ അതെന്താണെന്ന് മുഴുവനും കാണിക്കുന്നില്ല. തിരിഞ്ഞു നടന്നു പോകുന്ന ആ മനുഷ്യൻ അയാളുടെ മനസ്സിൽ റബേക്കയോട് എന്തിനോ മാപ്പ് പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് ഫൈറ്റിൽ തോറ്റുപോയ
ബെലമിയോട് ഡോങ്കിഹോത്തെ ഫാമിലിയിലെ ഡയാമാൻഡെ എന്ന് പറയുന്നവൻ അവിടേക്ക് വന്ന സ്ട്രോ ഹാറ്റിനെ അവനിനി കൊന്നാൽ മാത്രമേ അവനെ ഡോങ്കിഹോത്തെ ഫാമിലിയിലേക്ക് ചേർക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ബെലമിക്കുള്ള ഡോഫ്ലമിംഗോയുടെ ഓർഡറാണ്. അവൻ ലൂഫിയെ കൊന്നു കഴിഞ്ഞാൽ അവനെ ഡോങ്കിഹോത്തെ ഫാമിലിയിലെ മെമ്പർ ആക്കും. പക്ഷേ അത് കേട്ട ബെലമിക്കാവട്ടെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കാരണം അവന് ലൂഫിയെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൂടാതെ നേരത്തെ ബെലമി ഫൈറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ലൂഫി അവന്റെ ഭാഗത്തായിരുന്നു. അവനോട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലൂഫി പറഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെ ബെലമിക്ക് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതേ സമയത്ത് ടൊണ്ടാട്ട ട്രൈബിലെ എല്ലാ വാരിയേഴ്സും നമ്മുടെ ഊസോപ്പിനെയും റോബിനെയും കൂട്ടി ഗ്രീൻ ബിറ്റിൽ നിന്ന് ഫ്ലവർ ഫീൽഡിലേക്ക് പോകുന്നു. അവർക്കെല്ലാവർക്കും ഗ്രീൻ ബിറ്റിൽ നിന്ന് ഫ്ലവർ ഫീൽഡിലേക്ക് പോകാൻ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട്. അതായത് നേരത്തെ വന്നതുപോലെ പാലത്തിന്റെ മുകളിലൂടെ ഒന്നും പോകണ്ട. അവർക്ക് നേരിട്ട് ഈ അണ്ടർഗ്രൗണ്ട് പാസേജ് വഴി ഫ്ലവർ ഫീൽഡിലേക്ക് എത്താൻ പറ്റും. ഫ്ലവർ ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ മരമുണ്ട്. ആ മരത്തിന്റെ താഴെയാണ് അവരുടെ ആർമി മുഴുവനുള്ളത്. ഇപ്പൊ നമ്മുടെ സാഞ്ചി വയലറ്റിനെയും കൊണ്ട് ഡോഫ്ലമിംഗോയുടെ ആൾക്കാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഈ ഐലൻഡ് മുഴുവൻ അവരെ അന്വേഷിച്ച് ഡോഫ്ലമിംഗോയുടെ ആൾക്കാർ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഫ്രാങ്കി സാഞ്ചിയെ വിളിച്ച് അവൻ ആ ഫാക്ടറി നശിപ്പിക്കാൻ ഫ്ലവർ ഫീൽഡിലേക്കാണ് പോകുന്നുള്ള കാര്യം പറഞ്ഞു. ഫ്ലവർ ഫീൽഡിലുള്ള ആ ഫാക്ടറിയുടെ പേരാണ് ടോയ് ഹൗസ്. സാഞ്ചിയുടെ കൂടെ ഇനി ഒരുപാട് നേരം വയലറ്റ് നിൽക്കുന്നത് ശരിയാവില്ല. കാരണം അവരെ അന്വേഷിച്ച് നടക്കുന്ന ഡോഫ്ലമിംഗോയുടെ ആൾക്കാർ എപ്പോൾ വേണമെങ്കിലും അവരെ പിടിക്കാം. അതുകൊണ്ട് വയലറ്റ് സാഞ്ചിയുടെ അടുത്ത് നിന്ന് പോകാൻ തീരുമാനിച്ചു. അവൾ അവിടുന്ന് പോകുന്നതിന് മുമ്പ് സാഞ്ചിക്ക് ഫ്ലവർ ഫീൽഡിലെ ഫാക്ടറിയിലേക്ക് പോകാനുള്ള ഒരു മാപ്പ് കൊടുത്തു. എന്നിട്ട് സാഞ്ചിയോട് നന്ദി പറഞ്ഞ് വയലറ്റ് അവിടെ നിന്ന് പോയി. അതേ സമയത്ത് തന്നെ നമ്മുടെ സാഞ്ചിയുടെ അടുത്തേക്ക് പെട്ടെന്ന് കിനിമോൻ എത്തി. കിനിമോന്റെ പുറകെ തന്നെ അയാളെ പിടിക്കാൻ വേണ്ടി ഡോഫ്ലമിംഗോയുടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് സാഞ്ചി ആദ്യം അവരെല്ലാം ചവിട്ടി കൂട്ടി. അപ്പൊ കിനിമോൻ സാഞ്ചിയോട് അയാൾ അന്വേഷിച്ച് നടന്ന കാഞ്ചറോയെ അവര് ടോയ് ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്താണ് പൂട്ടി വെച്ചെന്ന് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ സാഞ്ചിക്ക് അവിടേക്ക് തന്നെയാണ് പോകേണ്ടത്. അതുകൊണ്ട് സാഞ്ചിയും കിനിമോനും നേരെ ഫ്ലവർ ഫീൽഡിലുള്ള ടോയ് ഹൗസിലേക്ക് പോകുന്നു. ഇപ്പൊ നമ്മുടെ ഫ്രാങ്കിയും ആ ടോയ് സോൾജറും അതുപോലെ സോറോ അവന്റെ കൂടെയുള്ള ആ കുട്ടിപ്പെണ്ണ് പിന്നെ ഊസോപ്പും റോബിനും ടൊണ്ടാട്ട ട്രൈബിലെ മുഴുവൻ വാരിയേഴ്സും ഇപ്പൊ ഇത് നമ്മുടെ സാഞ്ചിയും കിനിമോനും ഇവരെല്ലാവരും ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫ്ലവർ ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്, അവിടുത്തെ ഫാക്ടറി നശിപ്പിക്കാൻ വേണ്ടി. ഇതേ സമയത്ത് പുറത്ത് കപ്പലിലുള്ള സ്ട്രോ ഹാറ്റ്സ് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. കാരണം അവരുടെ അടുത്തേക്ക് വന്നത് ആരാണെന്ന് അവർക്കറിയില്ല. അവരങ്ങനെ പേടിയോടെ നിൽക്കുമ്പോൾ ഒരു തടിച്ചൊരു തള്ള പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇവര് ഡോങ്കിഹോത്തെ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. ഇവരുടെ പേരാണ് ജിയോല. അവർക്കൊരു ഡെവിൾ ഫുഡ് പവർ ഉണ്ട്. ആ പവർ ഉപയോഗിച്ച് എന്തിനു വേണമെങ്കിലും ഒരു ആർട്ടായിട്ട് മാറ്റാൻ പറ്റും. ഇപ്പൊ തന്നെ സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പലിലുള്ള ഒരു റൂം മുഴുവനായിട്ടും അവരൊരു ആർട്ട് രൂപത്തിലേക്ക് മാറ്റി. ഇതുപോലെ എന്തിനു വേണമെങ്കിലും അവർക്ക് ആർട്ടാക്കി മാറ്റാൻ പറ്റും. ഇത്രയും സമയം ഈ തള്ളയും അവരുടെ ആൾക്കാരും ഒരു സബ്മറൈനിൽ സ്ട്രോ ഹാറ്റ്സിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ചുറ്റും കൂടിക്കിടന്ന പുക കാരണം അവർക്ക് ആ സബ്മറൈൻ കാണാൻ പറ്റിയില്ല. ഈ ജിയോല അല്ലെങ്കിൽ ഈ തള്ള ഇവിടേക്ക് വന്നത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പൽ പിടിച്ചടക്കി അതിലുള്ള മൊമോനുസ്കയെ തട്ടിക്കൊണ്ടു പോകാനാണ്. അവർക്ക് മൊമോനുസ്കയെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്തോ ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ തള്ള അവരുടെ പവർ ഉപയോഗിച്ച് അവിടെയുള്ള സ്ട്രോ ഹാറ്റ്സിനെയും മൊമോനുസ്കയെയും ഒരു ആർട്ട് രൂപത്തിലേക്ക് മാറ്റി. പെട്ടെന്ന് നമ്മുടെ സ്ട്രോ ഹാറ്റ്സും മൊമോനുസ്കയും കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ബോട്ട് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. കാരണം ആ തള്ള അറ്റാക്ക് ചെയ്യാൻ വന്നത് അവരെയാണല്ലോ. അതുകൊണ്ട് അവർ ആ കപ്പലിലുണ്ടെങ്കിൽ 1000 സണ്ണിക്ക് ആപത്താണ്. ആ തള്ള അവരുടെ പവർ ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടും. അതുകൊണ്ട് 1000 സണ്ണിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അവരെന്തായാലും പുറത്തേക്ക് ഇറങ്ങിയാലോ. ഇനി ആ തള്ള ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അവർ പെട്ടെന്ന് 1000 സണ്ണി മുഴുവൻ ഒരു ആർട്ടാക്കി മാറ്റി. ഇതെങ്ങാനും ഫ്രാങ്കി കണ്ടാലുണ്ടല്ലോ തള്ളയെ തന്നെ ഒരു ആർട്ടാക്കി മാറ്റും. കാരണം ഫ്രാങ്കി അത്രത്തോളം സൂക്ഷിച്ചു കൊണ്ടുനടക്കുന്ന അവരുടെ കപ്പലാണ് ഈ കാണിച്ചു കൂട്ടിയത്. അവരെന്നിട്ട് പുറത്തിറങ്ങിയ സ്ട്രോ ഹാറ്റ്സിനെ വീണ്ടും പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് നാമി അവളുടെ തണ്ടർബോൾട്ട് അറ്റാക്ക് ഉപയോഗിച്ച് ആ സബ്മറൈൻ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചു. എന്നിട്ട് അവർ വീണ്ടും കപ്പലിലേക്ക് വന്ന് ആ തള്ളയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഗ്രീൻ ബിറ്റ് അവിടെയുള്ള ലോയുടെ അടുത്തേക്ക് വന്ന ഡോഫ്ലമിംഗോയും അഡ്മിറൽ ഫുജിറ്റോറയും അവനെ പിടിക്കാൻ വേണ്ടി ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നു. ലോ അവരുടെ അറ്റാക്ക് ഒക്കെ തടുക്കുന്നുണ്ടെങ്കിലും അവരുടെ കൂടെ ഒരിക്കലും ലോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. രണ്ടും കൂടിയ മോൺസ്റ്റേഴ്സ് ആണ്. അവരുടെ കൂടെ ലോയ്ക്ക് ഒരു തരത്തിലും നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ലോ സീസറിന്റെ ഹൃദയം എടുത്ത് അവിടുന്ന് കാട്ടിലേക്ക് തിരിഞ്ഞോടി. പുറകെ തന്നെ ഡോഫ്ലമിംഗോയും അഡ്മിറൽ ഫുജിറ്റോറയും ഉണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന ലോ അവന്റെ ട്രാൻസ്പോണ്ടർ സ്നേലെടുത്ത് പെട്ടെന്ന് പുറത്തുള്ള കപ്പലിലേക്ക് വിളിക്കുന്നു. അപ്പൊ ആ കോള് നമ്മുടെ ചോപ്പർ എടുത്തു. ചോപ്പർ ലോയോട് അവർ വലിയ പ്രശ്നത്തിലാണ്, അവരെ എത്രയും പെട്ടെന്ന് സഹായിക്കണം എന്ന് പറയും. പക്ഷെ അത് കേട്ട ലോയാവട്ടെ അവിടെ ഇപ്പൊ എന്താണ് നടക്കുന്നത് എനിക്കറിയില്ല, അവിടെ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, പക്ഷെ നിങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടാണെങ്കിലും സീസറിനെ ഗ്രീൻ ബിറ്റിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ അവരോട് എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാൻ പറഞ്ഞു. അത് കേട്ട സ്ട്രോ ഹാറ്റ്സിനാവട്ടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർക്ക് ലൂഫി എവിടെയാണെന്ന് അറിയില്ല. ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ഡോഫ്ലമിംഗോ അവരെ പറ്റിച്ച കാര്യം പോലും അറിയില്ല. കൂടാതെ തള്ളയോടൊപ്പം അവർക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. ലോ അവരോട് അവിടേക്ക് വരണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതോടെ അവന്റെ കയ്യിലുള്ള സീസറിന്റെ ഹൃദയം എടുക്കാൻ വരുന്ന ഡോഫ്ലമിംഗോ അവന്റെ മുമ്പിലേക്ക് എത്തി. അങ്ങനെ രണ്ടുപേരും നേർക്ക് നേരെ നിൽക്കുന്നു. ലോയ്ക്കാണെങ്കിൽ ഈ സമയത്ത് തീരെ വയ്യ. അവൻ ഈ ഒരു അവസ്ഥയിൽ ഡോഫ്ലമിംഗോയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതേ സമയത്ത് ഫ്ലവർ ഫീൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഫ്രാങ്കി അവിടുത്തെ സ്ട്രീറ്റിൽ വെച്ചൊരു സംഭവം കണ്ടു. അവിടെയുള്ള ഒരു ടോയ് ഒരു പെണ്ണിനോട് നിനക്കെന്നെ ഓർമ്മയല്ലേ, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് അവളുടെ പുറകെ നടക്കുന്നു. അവളെ ഒരുപാട് ശല്യപ്പെടുത്തി. പക്ഷെ ആ ടോയ് ആരാണെന്ന് ആ പെണ്ണിനെ അറിയില്ല. അവൾക്ക് അങ്ങനെ ഒരു പേര് ഓർമ്മയില്ല. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല. അപ്പൊ അതേ സ്ട്രീറ്റിൽ ഒരു കുട്ടിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോയെ നമ്മുടെ ഫ്രാങ്കിയുടെ കൂടെയുള്ള ആ ടോയ് സോൾജർ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അവൻ വിളിച്ചുകൊണ്ട് വന്ന ടോയോട് നീ പേടിക്കണ്ട, നമ്മളെല്ലാവരും ടോയ്സ് ആണ്, അതുകൊണ്ട് നിന്റെ ശരിക്കുള്ള പേരെന്താണെന്ന് പറയാം. അത് കേട്ട ആ ടോയ് അവരോട് ഞാൻ സത്യത്തിൽ അവിടെ നിൽക്കുന്ന ആ പയ്യന്റെ അച്ഛനാണ്, അതുപോലെ ആ സ്ത്രീയുടെ ഭർത്താവ് ഞാനാണ്. അപ്പൊ ആ ടോയ് സോൾജർ ആ കുട്ടിയുടെ അടുത്ത് നിന്ന് അവൻ അച്ഛനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷെ ആ കുട്ടിക്ക് അച്ഛൻ ആരാണെന്ന് അറിയില്ല. അതുപോലെ ആ സ്ത്രീക്ക് ഒരു ഭർത്താവ് ഉണ്ടോ എന്ന് പോലും ഓർമ്മയില്ല. ഇത് കാണുന്ന നമ്മുടെ ഫ്രാങ്കിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ടോയ് സോൾജർ ഫ്രാങ്കിക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. ശരിക്കും ഇവിടെയുള്ള ടോയ്സ് ആരും ടോയ്സ് അല്ല, അവരെല്ലാവരും മനുഷ്യന്മാരായിരുന്നു. അവരെ എല്ലാം ഇങ്ങനെ ടോയ്സ് ആക്കി മാറ്റിയത് ഡോഫ്ലമിംഗോയുടെ കൂടെയുള്ള അവൻ ഇവിടേക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറാണ്. ആ ഡെവിൾ ഫ്രൂട്ട് യൂസറിന് ആരെ വേണമെങ്കിലും ടോയ്സ് ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ ടോയ്സ് ആയിട്ട് മാറുന്ന മനുഷ്യനെ പിന്നെ ആർക്കും ഓർമ്മയുണ്ടാവില്ല. ബാക്കിയുള്ള
ബാക്കിയുള്ള എല്ലാവരും ടോയ് ആയിട്ട് മാറുന്ന ആളെ മറന്നുപോകും. ഇതിനർത്ഥം ഫ്രാങ്കിയുടെ കൂടെയുള്ള ടോയ് സോൾജറും പണ്ടൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഫ്രാങ്കിയോട് ആ ടോയ് സോൾജർ ഒന്നും തിരിച്ചു പറയുന്നില്ല. അവര് നേരെ ഫ്ലവർ ഫീൽഡിലേക്ക് പോകുന്നു. അങ്ങനെ അവസാനം ഫ്രാങ്കിയും ടോയ് സോൾജറും ഫ്ലവർ ഫീൽഡിന്റെ താഴെയുള്ള വലിയ ആർമിയുടെ അടുത്തേക്ക് എത്തി. അവിടെ വന്ന ഫ്രാങ്കിക്ക് മുന്നേ നമ്മുടെ സോറോ അവിടേക്ക് എത്തിയിട്ടുണ്ട്. സോറോയ്ക്ക് ഇനി കപ്പലിലേക്ക് പോകണം. പക്ഷെ അവിടേക്ക് വന്ന സോറോ അതുവരെ മറന്നുപോയി. അപ്പൊ അവിടേക്ക് വന്ന ഫ്രാങ്കിയും സോറോ അങ്ങനെ കണ്ടുമുട്ടി. അതുപോലെ അവിടുത്തെ ആ കുട്ടി മനുഷ്യന്മാര് അവരെ സഹായിക്കാനുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരാളുടെ പേര് ഊസോ ലാൻഡ്, മറ്റൊരാളുടെ പേര് റോബി ലാൻഡ്. അവർക്ക് ഇവിടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അവരുടെ പേര് ലൂഫി ലാൻഡ്, സോറോ ലാൻഡ്, നാമി ലാൻഡ്, സാൻ ലാൻഡ്, ചോപ്പർ ലാൻഡ്, ഫ്രാ ലാൻഡ്, അതുപോലെ ബോൺ ലാൻഡ്, അതായത് നമ്മുടെ ബ്രൂക്ക്. ഈ കുട്ടി മനുഷ്യന്മാർ അവിടെ നിന്ന് അവരുടെ പേര് പറയുമ്പോൾ ആ പറഞ്ഞതിലെ ഫ്രാ ലാൻഡ് ഞാനാണ്, അതുപോലെ സോറോ ലാൻഡ് ഞാനാണ് എന്ന് സോറോയും ഫ്രാങ്കി അവരോട് പറഞ്ഞു. ഇതേ സമയത്ത് കൊളോസത്തിന്റെ അകത്ത് നമ്മുടെ ലൂഫിയുടെ സി ബ്ലോക്കിലെ ഫൈറ്റ് ആരംഭിച്ചു. ആ ബ്ലോക്കിൽ ഫൈറ്റ് ചെയ്യാൻ എത്തിയത് ഏകദേശം 139 ആൾക്കാരാണ്. ചിഞ്ചാവോ ഫാമിലിയിലെ ചിഞ്ചാവോ, സായ്, ബൂ, കെല്ലി ഫങ്ക്, ഐഡിയോ എന്ന് പറയുന്ന ഒരുത്തൻ, ജീൻ എന്ന് പറയുന്ന ഒരുത്തൻ, എൽബാഫ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ജയന്റ് ആയിട്ടുള്ള ഹജ്റുദ്ദീൻ, പിന്നെ ബ്രൂട്ടൽ ബുൾ എന്ന് പറയുന്ന ഒരു കാള, അങ്ങനെ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ ലൂഫി ചെറുതായതുകൊണ്ട് അവനെ ആദ്യം തോൽപ്പിക്കാന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് ലൂഫി അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ലൂഫി എല്ലാത്തിനെയും പെറുക്കിയെടുത്തടിച്ചു. അപ്പൊ ബ്രൂട്ടൽ ബുൾ എന്ന് പറയുന്ന കാള നമ്മുടെ ലൂഫിയെ കുത്താൻ വേണ്ടി ഓടി വരുന്നു. അതങ്ങനെ ലൂഫിയെ കുത്താൻ അടുത്തെത്തിയതും ലൂഫിയുടെ അകത്തു നിന്ന് വരുന്ന പവർ കാരണം ആ കാള പേടിച്ച് അവന്റെ മുമ്പിൽ നിന്നു. അപ്പൊ ലൂഫി ആവട്ടെ ആ കാളയുടെ പുറത്ത് കയറിയിരുന്ന് അവൻ ആ കാളയെ അവന്റെ ഫ്രണ്ട് ആക്കി മാറ്റി. അങ്ങനെ ലൂഫി ആ കാളയുടെ പുറത്തിരുന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ജയന്റ് ആയ ഹജ്റുദ്ദീൻ ലൂഫിയെയും ചേർത്ത് ആ കാളയെ അടിച്ച് പരത്തി. ലൂഫിയെ അടിച്ചതിന് അവന് കുഴപ്പമില്ല. പക്ഷെ ആ കാളയുടെ ബോധം പോയി. അത് കാണുന്ന ലൂഫിക്കാവട്ടെ ഒട്ടും സഹിക്കാൻ പറ്റില്ല. കാരണം അവന്റെ ഫ്രണ്ട് ആയിരുന്നു ആ കാള. അതുകൊണ്ട് ലൂഫി ഗിയർ ടു യൂസ് ചെയ്ത് ചാടി വന്ന് ഹജ്റുദ്ദീന്റെ മുഖത്തിനിട്ട് ഒരു ഒറ്റയടി ആ വലിയ ജയന്റ് അടി കൊണ്ട് താഴെ വീണു. അതുകൊണ്ട് എല്ലാവരും ലൂഫി അത്ഭുതത്തോടെ നോക്കി നിന്നു. കാരണം അവനിപ്പോ ലൂസി ആണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ ലൂസിയെ ഇഷ്ടപ്പെട്ടു. ശേഷം അവിടെ നിൽക്കുന്ന ലൂഫിയുടെ കൂടെ ചിഞ്ചാവോ ഫൈറ്റ് ചെയ്യാൻ വരുന്നു. അയാൾ എന്ത് കാരണത്തിനാണ് ലൂഫിയെ വെറുക്കുന്നതെന്ന് ലൂഫിക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ ലൂഫി തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അവൻ ഗിയർ ടു യൂസ് ചെയ്ത് ചിഞ്ചാവോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നു. തിരിച്ച് ചിഞ്ചാവോ അവന്റെ അടുത്തേക്കും. അങ്ങനെ രണ്ടുപേരും ഓടി വന്ന് പരസ്പരം കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിച്ചു. അവരുടെ ആ ഒരു അടിയിൽ പുറത്തേക്ക് വരുന്ന കോൺഗ്രസ് ഹാക്കി കാരണം അവിടെയുള്ള മിക്ക ആൾക്കാരും ബോധം കെട്ട് താഴെ വീണു. അവരുടെ ഈ ഒരു പവർ കാരണം എല്ലാവരും ഞെട്ടി തരിച്ചുപോയി. കൂടാതെ സി ബ്ലോക്കിൽ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന എല്ലാവരും ബോധം കെട്ട് സ്റ്റേജിന്റെ പുറത്തേക്ക് തെറിച്ചുപോയി. ഇതൊരു സാധാരണക്കാരുടെ ഫൈറ്റ് അല്ല, രണ്ട് കോൺഗ്രസ് ഹാക്കി ഉപയോഗിക്കുന്നവരുടെ ഫൈറ്റ് ആണ്. ഇനി സി ബ്ലോക്കിൽ വെറും രണ്ടുപേരും മാത്രമേ ബാക്കിയുള്ളൂ. ഒന്ന് ചിഞ്ചാവോ, മറ്റൊന്ന് നമ്മുടെ ലൂസി. അങ്ങനെ രണ്ടുപേരും ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ ആർക്കും ആരെയും തോൽപ്പിക്കാൻ കഴിയുന്നില്ല. രണ്ടുപേരും ഒരുപോലെ നിന്ന് ഫൈറ്റ് ചെയ്തു. പക്ഷെ അവരുടെ ഫൈറ്റ് അവസാനിക്കുന്നില്ല. അപ്പോഴാണ് ചിഞ്ചാവോ ലൂഫിക്ക് പണ്ട് ഗാർപ്പ് അയാളോട് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് പൈററ്റ് ആയിരുന്ന ചിഞ്ചാവോയ്ക്ക് ഒരുപാടധികം ട്രഷർ ഉണ്ടായിരുന്നു. ചിഞ്ചാവോ ആ ട്രഷർ മുഴുവൻ ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു വലിയ ഐസിന്റെ താഴെ കൊണ്ടുപോയി വെച്ചു. ആർക്കെങ്കിലും ഇത് തുറക്കണമെങ്കിൽ ചിഞ്ചാവോയുടെ തല വേണം. അതായത് പണ്ട് ചിഞ്ചാവോയുടെ തല കൂർത്തു നിൽക്കുന്ന ഒരു ഷേപ്പ് ആയിരുന്നു. അയാളുടെ ആ തല ഉപയോഗിച്ച് ഒരു ഡ്രില്ല് പോലെ അയാൾ ആ ഐസ് കുത്തിപ്പൊട്ടിക്കും. അങ്ങനെയാണ് ആ ട്രഷർ എടുക്കുന്നത്. ചിഞ്ചാവോയ്ക്ക് അല്ലാതെ മറ്റാർക്കും ആ ട്രഷർ എടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ദിവസം ചിഞ്ചാവോയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വന്ന ഗാർപ്പ് ഓടി വന്ന് ചിഞ്ചാവോയുടെ തല അടിച്ച് പരത്തി. അയാളുടെ തലയിൽ ആ കൂർത്തു നിൽക്കുന്ന ഭാഗം ഗാർപ്പ് അടിച്ച് അകത്തേക്ക് കയറ്റി. അതോടെ അന്ന് മുതൽ ചിഞ്ചാവോയുടെ തലയിൽ ആ ഡ്രില്ല് നഷ്ടപ്പെട്ടു. അതോടെ ആ ട്രഷർ അയാൾക്ക് എടുക്കാനും പറ്റിയില്ല. കഴിഞ്ഞ 30ഓളം വർഷം ആ ട്രഷർ എവിടെയാണെന്ന് അയാൾക്കറിയാം. പക്ഷെ അത് തുറന്നെടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇതുകൊണ്ടാണ് ചിഞ്ചാവോയ്ക്ക് ഗാർപ്പിനോട് ഇത്രത്തോളം ദേഷ്യം. ആ ദേഷ്യം മുഴുവൻ ഗാർപ്പിനോട് തീർക്കാൻ കഴിയാത്തതുകൊണ്ട് അയാൾ അതിപ്പോ ലൂഫിയുടെ മേലെ തീർക്കും. ഇപ്പൊ ലൂഫി അയാളെ അറ്റാക്ക് ചെയ്യാൻ ഗിയർ 3 എലിഫന്റ് ഗൺ യൂസ് ചെയ്ത് ചാടി വന്നു. അതുപോലെ ചിഞ്ചാവോ അയാളുടെ തല കൊണ്ടു. അങ്ങനെ ലൂഫി അയാളുടെ തലയിലേക്ക് അടിച്ചു. ലൂഫി അടിച്ച ആ ഒരു അടിയിൽ പണ്ട് ഗാർപ്പ് അടിച്ച് അകത്തേക്ക് കയറ്റിയ ചിഞ്ചാവോയുടെ ആ കൂർത്ത ഭാഗം അത് ലൂഫിയുടെ അടിക്ക് പുറത്തേക്ക് വന്നു. അങ്ങനെ ചിഞ്ചാവോയുടെ ബോധം പോയി. അതുപോലെ അയാളുടെ തല പഴയതുപോലെ മാറുകയും ചെയ്തു. പക്ഷെ ബോധം പോയി ചിഞ്ചാവോ താഴെ വീഴുന്നത് കൊണ്ട് ഈ ഒരു ഫൈറ്റിൽ ജയിച്ചത് നമ്മുടെ ലൂഫിയാണ്. ഈ സമയത്ത് ലൂഫിയുടെ ഫൈറ്റ് ഒക്കെ കണ്ട് മുകളിൽ നിൽക്കുന്ന കാവൻഡിഷ് ലൂഫിയെ എന്തായാലും കൊല്ലുമെന്ന് പറയുന്നു. അത് കേട്ട് അവന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ബാർത്തലോമിയോ ആവട്ടെ ലൂഫിയെ കൊല്ലാൻ അവൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇവര് രണ്ടുപേരും ഈ പറയുന്ന കാര്യം അവരുടെ തൊട്ട് പുറകിൽ നിൽക്കുന്ന ബ്ലാക്ക് ബിയറിന്റെ ക്രൂവിലെ ബേജസ് കേട്ടു. അപ്പൊ അവിടെ നിൽക്കുന്ന ലൂഫിയാണെന്ന് അവന് മനസ്സിലായി. ഇതിനുശേഷം കൊളോസത്തിന്റെ അകത്ത് വെച്ച് ലൂഫിയെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന ഒരുത്തനെ ബാർത്തലോമിയോ കയറി അടിച്ചു. അവൻ ഇനി ഒരിക്കലും അവന്റെ നാവ് കൊണ്ട് ലൂഫിയെ കുറിച്ച് ഒരു മോശമായിട്ടുള്ള വാക്ക് പോലും പറയരുതെന്ന് പറഞ്ഞു. ബാർത്തലോമിയോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ നമ്മുടെ ലൂഫിയുടെ ഒരു വലിയ ഫാനാണ്. ലൂഫിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ആരാധകൻ. പണ്ട് ഈസ്റ്റ് ബ്ലൂയിലെ ലോക്ക്ഡൌണിൽ വെച്ച്, അതായത് നമ്മുടെ ലൂഫിയും സ്ട്രോ ഹാറ്റ്സ് ഒക്കെ ഗ്രാൻഡ് ലൈനിലേക്ക് വരുന്നതിന് മുമ്പ് അന്ന് ഗോൾഡി റോജറിനെ എക്സിക്യൂട്ട് ചെയ്ത അതേ സ്ഥലത്ത് വെച്ച് ബഗ്ഗി ലൂഫിയുടെ കഴുത്ത് വെട്ടാൻ തുടങ്ങിയപ്പോൾ അന്ന് അവിടെ അതൊക്കെ കണ്ടുകൊണ്ട് ബാർത്തലോമിയോ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് നമ്മുടെ ലൂഫി പേടിച്ചില്ല. നമ്മുടെ ലൂഫി എപ്പോഴത്തെയും പോലെ ഒരു പേടിയില്ലാതെ ചിരിച്ചു. അതുകൊണ്ട് ബാർത്തലോമിയോ ആവട്ടെ അന്ന് മുതൽ നമ്മുടെ ലൂഫിയുടെ വലിയൊരു ഫാനായിട്ട് മാറി. ലൂഫിയുടെയും സ്ട്രോ ഹാറ്റ്സിന്റെയും കട്ട ആരാധകൻ. അന്ന് മുതൽ ബാർത്തലോമിയോ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ പിന്തുടരാൻ ആരംഭിച്ചു. എല്ലാ ദിവസവും വരുന്ന സ്ട്രോ ഹാറ്റ്സിന്റെ മുഴുവൻ ന്യൂസ് അവൻ വായിക്കും. അലബസ്റ്റ, എനിസ് ലോബി, ഇംബൽ ഡൗൺ, മറൈൻ ഫോർഡിൽ സംഭവിച്ച കാര്യങ്ങൾ, അങ്ങനെ സ്ട്രോ ഹാറ്റ്സിന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ബാർത്തലോമിയോയ്ക്ക് അറിയാം. അവന്റെ അടുത്ത് സ്ട്രോ ഹാറ്റ്സിന്റെ മുഴുവൻ വാണ്ടഡ് പോസ്റ്റർ വരെയുണ്ട്. അതുപോലെ ലൂഫിയെ ഇൻസ്പയർ ചെയ്ത് അവനൊരു വലിയ പൈററ്റ് ക്രൂ തന്നെ ആരംഭിച്ചു. ഇപ്പൊ ഇവിടെ വെച്ച് ബാർത്തലോമിയോ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവന്റെ സ്വന്തം ലൂഫി ചേട്ടനെ കണ്ടുമുട്ടി. ഇപ്പൊ ഫൈറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന നമ്മുടെ ലൂഫിയെ കാവൻഡിഷ് അറ്റാക്ക് ചെയ്യുന്നു. ആ സമയത്ത് ലൂഫി കാരണം തല പഴയതുപോലെ ആയ ചിഞ്ചാവോ നിലത്തേക്ക് തല കുത്തി അവനോട് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ അവരെല്ലാവരും ലൂഫിയെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ
വന്നതാണെന്ന് വിചാരിച്ച് നമ്മുടെ ലൂഫി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അപ്പൊ ലൂഫി ആരും കാണാതിരിക്കാൻ അവിടേക്ക് വന്ന റെബേക്ക അവന്റെ കൈ പിടിച്ച് അവൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ ഓടിപ്പോകുന്ന വഴിക്ക് വെച്ച് ബ്ലാക്ക് ബിയറിന്റെ ക്രൂവിലെ ബേർജസ് ബ്ലാക്ക് ബിയറുമായിട്ട് സംസാരിക്കുന്നത് കണ്ട് ലൂഫി അവിടെ നിന്നു. അപ്പൊ ബേർജസ് ബ്ലാക്ക് ബിയറിനോട് സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവൻ ഔക്കീജിയെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ്. അതായത് അവൻ ഔക്കീജിയെ വിശ്വസിക്കുന്നില്ല എന്ന്. അവൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ, നമുക്കിത് ആവശ്യമുണ്ട്. ഇപ്പൊ ലൂഫിയെ കാണുന്ന ബേർജസ് ആവട്ടെ ബ്ലാക്ക് ബിയർഡ് സംസാരിക്കുന്നത് ലൂഫി കേൾക്കാൻ അവന്റെ കയ്യിലുള്ള ട്രാൻസ്പോണ്ടർ സ്നേഹിൽ തിരിച്ചു വെച്ചു. അപ്പൊ ലൂഫിയോട് ബ്ലാക്ക് ബിയർഡ് പറയുന്നത് എയ്സിന്റെ ഡബിൾ ഫ്രൂട്ട് ബേർജസിനുള്ളതാണ്, അവൻ ആ ഫ്രൂട്ട് എന്തായാലും എടുത്തിരിക്കും. അങ്ങനെ എയ്സിന്റെ ഫ്രൂട്ട് ബ്ലാക്ക് ബിയറിന്റെ ക്രൂവിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞ് ബ്ലാക്ക് ബിയർഡ് ഒരു മാതിരി ചിരിയിരിക്കും. അത് കേട്ട ലൂഫി ആവട്ടെ എയ്സിന്റെ ഫ്രൂട്ട് ഒരിക്കലും ഇനി അവന് കിട്ടില്ല എന്ന് പറഞ്ഞു. അതിനവൻ അർഹിക്കുന്നില്ല. അത് കേട്ട ബേർജസ് നിന്നെ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നുപോയി. ശേഷം റെബേക്കയുടെ കൂടെ പോകുന്ന ലൂഫി അവിടെ ഭക്ഷണം വിൽക്കുന്ന കടയുടെ മുമ്പിൽ നിന്ന് അവൻ എന്തെങ്കിലും ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് റെബേക്ക അവളുടെ കയ്യിൽ ഒരുപാട് പണമൊന്നും ഇല്ലെങ്കിലും ഉള്ളത് വെച്ച് ലൂഫിക്ക് കുറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ഭക്ഷണം കിട്ടുന്ന ലൂഫിക്ക് അത് കുറച്ചുള്ളെങ്കിലും അവനത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവനെ റെബേക്ക കൊണ്ടുവരുന്ന സ്ഥലം ഒരു ജയിലാണ്. അങ്ങനെ അവിടെ വെച്ച് ലൂഫി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ജയിലിന്റെ അകത്തുണ്ടായിരുന്ന ആൾക്കാര് പെട്ടെന്ന് ലൂഫിയെ കയറി പിടിച്ചു വെച്ചു. എന്നിട്ട് റെബേക്കയോട് എത്രയും പെട്ടെന്ന് അവനെ കൊല്ലാൻ പറയുന്നു. കാരണം ലൂഫി മരിക്കുകയാണെങ്കിൽ അവളുടെ കൂടെ മത്സരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. അങ്ങനെ അവൾക്ക് ആ ഫ്രൂട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. അതുകൊണ്ടാണ് അവൾ ലൂഫി എവിടേക്ക് കൊണ്ടുവന്ന് കൊല്ലാൻ ശ്രമിക്കുന്നത്. ആദ്യം അവൾക്ക് ലൂഫിയെ കുത്താൻ കഴിയില്ലെങ്കിലും എന്തൊക്കെയോ മനസ്സിലാലോചിച്ച് അവള് പെട്ടെന്ന് ലൂഫിയെ കത്തിക്കൊണ്ട് കുത്താൻ വരുന്നു. പക്ഷെ നമ്മുടെ ലൂഫി ഒഴിഞ്ഞു മാറി ചാടി വന്ന് അവളെ ചവിട്ടി പിടിച്ചു. അപ്പൊ റെബേക്ക ലൂഫിയോട് നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിനക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ, അതൊക്കെ ഞാൻ ഏറ്റു വാങ്ങിക്കോളാം. അത് കേട്ട ലൂഫി ആവട്ടെ ഹേയ് ഞാൻ നിന്നൊന്നും ചെയ്യാൻ പോകുന്നില്ല, കാരണം എനിക്ക് ഭക്ഷണം വാങ്ങി തന്ന ആളെ ഞാനൊന്നും ചെയ്യില്ല. പക്ഷെ ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലേ, ഹേയ് അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ മരിച്ചൊന്നും പോയില്ലല്ലോ, പിന്നെ നീ കരുതിക്കൂട്ടി എന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ലാന്ന് എനിക്കറിയാം. ഇപ്പൊ ആ ജയിലിന്റെ അകത്തുള്ള ആൾക്കാരെ അവിടെ പിടിച്ചിട്ടത് എന്തിനാണെന്ന് വെച്ചാൽ അവരെല്ലാവരും പണ്ട് ഡോഫ്ലമിംഗോയ്ക്കെതിരെ നിന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവരെ എല്ലാവരെയും അവിടെ പിടിച്ചിട്ടു. അവിടെ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അതുകൊണ്ട് അവരെല്ലാവരും ഡോഫ്ലമിംഗോയുടെ അടിമകളായിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പൊ റെബേക്ക ലൂഫിയോട് ഇന്ന് എന്ത് സംഭവിച്ചാലും അവിടെയുള്ള ഡെവിൾ ഫ്രൂട്ട് എനിക്ക് വേണം, അതിന്റെ പവർ ഉപയോഗിച്ച് ഡോഫ്ലമിംഗോയെ ഞാൻ കൊല്ലും. ഇന്നൊരു വലിയ ആർമി ഡോഫ്ലമിംഗോയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട്, അവരെന്തായാലും ആ യുദ്ധത്തിൽ ജയിക്കും. പക്ഷേ അവരത് ചെയ്യുന്നതിന് മുമ്പ് അതെനിക്ക് ചെയ്യണം, എനിക്ക് ഈ പ്രാവശ്യമെങ്കിലും സോൾജർ സാനിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ലൂഫിയുടെ മുമ്പിൽ വെച്ച് റെബേക്ക പൊട്ടിക്കരഞ്ഞു.